ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. റീനീറ്റ് വരികയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ എക്സാമിനെ നേരിടേണ്ടതുണ്ട്. എന്തായാലും എഴുതിയേ മതിയാകും. രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ നീറ്റ് എക്സാമിന് സ്കോർ ചെയ്ത കുട്ടികളുണ്ടാവാം, ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടാവാം. രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു വലിയ സാധ്യത മുമ്പിൽ വരികയാണ്. എന്നാൽ നന്നായി പഠിച്ച് നല്ല സ്കോർ നേടാൻ സാധ്യതയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ആവേണ്ട ആവശ്യവുമില്ല. കാരണം എന്താ? അവരെ മുമ്പിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇനിയും വരുന്നത്. പക്ഷെ ഒരു 1 month ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്യാപ്പിന്റെ ഇടയിൽ നമുക്കത് ആ കോൺസെപ്റ്റുകൾ നമുക്ക് മെമ്മറൈസ് ചെയ്തെടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നു പോവേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ 1 month ഗ്യാപ്പിനുള്ളിൽ നാം ആ രൂപത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ നിങ്ങൾ സ്കോർ ചെയ്തതിനേക്കാളും ഒരുപാട് സ്കോറുകൾ മുന്നിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. അത് വലിയൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ നിങ്ങളോടൊപ്പമുണ്ട്. ഫ്യൂച്ചർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ക്രാഷ് കോഴ്സ് അഥവാ ഈ ഒരു പ്രോഗ്രാമിലോട്ട് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കെമിസ്ട്രിയിലെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും അറിയാമെങ്കിൽ, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് മിസ്സാകാതെ ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകളും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളും, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് സൊല്യൂഷൻ. ഓക്കെ, നമുക്കറിയാം ടൈപ്സ് ഓഫ് സൊല്യൂഷൻ: ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. അതാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഈ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് ഗ്യാസ് ആയിരിക്കും. ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ അഥവാ സോളിഡ് സൊല്യൂഷനിൽ സോൾവെന്റ് സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അതിന്റെ എക്സാമ്പിളിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വേണം. എങ്കിൽ അലോയ് അല്ലെ, മെറ്റൽസുകൾ കൂടി ചേർന്ന അലോയ്, മെറ്റൽസ് എല്ലാം സോളിഡ് ആയിരിക്കും. അപ്പോൾ അലോയ് ഈസ് ജനറലി ഏത് സൊല്യൂഷൻ ആണ്? യെസ്, അവിടുത്തെ സോളിഡും സൊല്യൂട്ടും സോളിഡ് ആണ്, അവിടുത്തെ സോൾവെന്റും സോളിഡ് ആണ്. സോ അലോയ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ സോൾവെന്റ് സോളിഡ് ആണെന്ന് ഉറപ്പാണ്. സോ അലോയ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഈ ചാപ്റ്ററിലെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് ചാപ്റ്റർ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, അതാണ് ഒരു പാർട്ട്. സെക്കൻഡ് പാർട്ട് സൊല്യൂബിലിറ്റി, അവിടെയാണ് ഹെൻഡ്രിസിലൊക്കെ വരുന്നത് അല്ലേ. തേർഡ് പാർട്ട് വേപ്പർ പ്രഷർ, റോൾസിലൊക്കെ വരുന്ന ഭാഗം. അതേപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അബ്നോർമൽ മോളാർ മാസ്, ഇവയുടെ ഭാഗങ്ങളൊക്കെ വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. Methods to express concentration of solution. Expressing concentration of solution. Yes. ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ? യെസ്, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ PPM. സൊല്യൂട്ട് ട്രേസസ് ക്വാണ്ടിറ്റി ആകുമ്പോൾ വെരി ഡയലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ PPM ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊളാരിറ്റി, ഇത്തരം കോൺസെൻട്രേഷൻ ടേമുകൾ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കണം. പിന്നെ വ്യക്തമായിട്ട് എൻ്റെ മക്കൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയാം? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. 2 or more കോമ്പണന്റ്, 2 കോമ്പണന്റ് അടങ്ങിയ സൊല്യൂഷനെ ബൈനറി സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബൈനറി സൊല്യൂഷനിലെ 2 കോമ്പണന്റ് ഏതാണ്? യെസ്, സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആണ്. ദാറ്റ് മീൻസ് സോൾവെന്റും സൊല്യൂട്ടും ആണ്. ഓക്കെ, അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് വാട്ടർ ആണ്. അമൗണ്ട് കൂടിയ കോമ്പണന്റ് ആണ്, ലാർജ് ക്വാണ്ടിറ്റി ഉള്ള കോമ്പണന്റ് ആണ് സോൾവെന്റ്. സോ സോൾവെന്റ് ഈസ് ടേക്കൺ ആസ് 1. നമ്മൾ ഇനി ഇക്വേഷൻസ് മുന്നോട്ട് പറയുമ്പോൾ W1 വെയിറ്റ് ഓഫ് സോൾവെന്റ്, W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. സോ സൊല്യൂട്ട് ഈസ് റെപ്രസെന്റ് ബൈ ദ ലെറ്റർ 2. ചില പുസ്തകങ്ങളിൽ സോൾവെന്റ് എ, സൊല്യൂട്ട് ബി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എനിവേ NCERT 1, 2 എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇക്വേഷൻ വരുമ്പോൾ M1 മോളാർ മാസ് ഓഫ് സോൾവെന്റ്, M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അങ്ങനെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, ആ കാര്യം ഒന്ന് നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. മാസ് പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് മാസ് ഓഫ് ദ കോമ്പണന്റ് ഇൻ സൊല്യൂഷൻ അഥവാ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് W2, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. യെസ്,
W1 പ്ലസ് W2 പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. ഇതാണ് മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ. ഇതേപോലെ വോളിയം പെർസെൻറ്റേജ് V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2 ഇൻറ്റു 100 വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാസ് പെർസെൻറ്റേജ് ഇപ്പോൾ 5% ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വേണം 5 gram ഷുഗർ, 95 gram സോൾവെന്റ് വാട്ടർ. ഓക്കെ, 10% യൂറിയ സൊല്യൂഷൻ, അത് മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ 10 gram യൂറിയ, ടോട്ടൽ സൊല്യൂഷൻ 100, അപ്പൊ 90 gram സോൾവെന്റ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് വാല്യൂ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നാൽ അവിടുത്തെ സൊല്യൂട്ടിന്റെ മാസ് എത്ര, സോൾവെന്റിന്റെ മാസ് എത്ര എന്ന് മനസ്സിലാക്കാം. മാസ് കിട്ടി കഴിഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡ് ചെയ്താൽ മോൾ നമ്പർ ഓഫ് മോൾ കിട്ടി, നമ്പർ ഓഫ് മോൾ കിട്ടി കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കിട്ടി. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ധാരണ അവിടെ വേണം. ഇനി NCERT-ലുള്ള 1-2 പോയിന്റുകൾ. മാസ് പെർസെൻറ്റേജ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കെമിക്കൽ അപ്ലിക്കേഷൻ. ചിലപ്പോൾ ചോദിച്ചേക്കാം, ഇൻഡസ്ട്രിയൽ കെമിക്കൽ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം ഏതാണ്? ഓക്കെ, കൊമേഴ്ഷ്യൽ ബ്ലീച്ചിങ് പൗഡർ എത്ര മാസ് പെർസെൻറ്റേജ് ആണെന്ന് NCERT പറയുന്നുണ്ട്. പിന്നെ വോളിയം പെർസെൻറ്റേജ് എന്തിനു ഉപയോഗിക്കുന്നു? ഈ ഭാഗം വോളിയം പെർസെൻറ്റേജ് ആട്ടോ, ഈ ഭാഗം മാസ് പെർസെൻറ്റേജ് ആണ്. വോളിയം പെർസെൻറ്റേജ് ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ലിക്വിഡ്സ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ ഒക്കെ വോളിയം കോൺസെൻട്രേഷൻ പറയാം, മാസ് പെർസെൻറ്റേജ് അല്ല, വോളിയം പെർസെൻറ്റേജ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, എത്തിലീൻ ഗ്ലൈക്കോൾ ആന്റി ഫ്രീസ് ആയിട്ട് റേഡിയേറ്ററുകളിൽ, വണ്ടികളുടെ റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് 35% വോളിയം പെർസെൻറ്റേജ് ഉള്ള എത്തിലീൻ ഗ്ലൈക്കോളാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ധാരണ വേണം. ഓക്കെ, ഈ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് മെഡിസിൻ ആൻഡ് ഫാർമസിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം, സിമ്പിളായിട്ടൊരു ചോദ്യം തരണം എന്ന് കരുതി അവർ തന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ നല്ല ധാരണ വേണം, നല്ല കോൺഫിഡന്റ് വേണം. പരീക്ഷയെ വളരെ ആത്മാർത്ഥപരമായിട്ട് നേരിടുക എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് നിങ്ങൾ നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പാർട്സ് പെർ മില്യൺ നമ്മൾ പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 അല്ലേ ചെയ്തിരുന്നത്. പാർട്സ് പെർ മില്യൺ കാണാൻ 10⁻⁶ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്തിട്ട് പാർട്സ് പെർ മില്യണിൽ ചെയ്യാം. വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ പാർട്സ് പെർ മില്യണിലോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഐക്യേഷ് ഉപയോഗിക്കാം. സൊല്യൂട്ട് ട്രേസസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ പാർട്സ് പെർ മില്യൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാരിറ്റി. ആ പേരിൽ തന്നെയുണ്ട് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ. ഞാൻ തമാശക്ക് പറയുന്നതാണെങ്കിലും അപ്പൊ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് എന്ന് മൈൻഡിൽ വരണം. മൊളാരിറ്റി ഒഴിക്കണ സൗണ്ടാന്ന് ഓർത്താൽ മതി. വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിലാണ്. അത് മില്ലി ലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000 ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ബൈ 1000 ആണ്, മുകളിലോട്ട് ഇൻറ്റു 1000 ആയി വരുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ചെയ്താൽ W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000 വേണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൊളാരിറ്റി. അടുത്തൊരു കോൺസെൻട്രേഷൻ ടേം മൊളാലിറ്റി, സ്മോൾ m ഉപയോഗിക്കുന്നത്. ഈ മൊളാരിറ്റിയിൽ വോളിയം ഉള്ളത് കൊണ്ട് മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. വോളിയം ഉള്ള ടേമുകൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. മൊളാരിറ്റി യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ഓക്കെ, മൊളാലിറ്റി നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് തന്നെയാണ് ഇക്വേഷന്റെ മുകളിൽ. മോൾ ഓഫ് സൊല്യൂട്ട് കണ്ടോ, മൊളാലിറ്റി എടുത്തിട്ട് പൊങ്ങുന്നില്ല, വെയിറ്റാന്ന് തോന്നുന്നു. സോ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് സോൾവെന്റ്. മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് വിചാരിക്കരുത്, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, W1 കിലോഗ്രാം, അത് ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു W2 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതി. W1 ഗ്രാമിലാണെങ്കിൽ ഇൻറ്റു 1000. ഓക്കെ, നമുക്കറിയാം മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ, മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓർ മോളാർ. മൊളാലിറ്റിയുടെ യൂണിറ്റ് മോൾ കിലോഗ്രാം ഇൻവേഴ്സ് ഓർ മോളാൽ. മൊളാലിറ്റിയിൽ വോളിയം ഇല്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. വിച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്നുള്ള ചോദ്യങ്ങൾ വരാം. മോൾ ഫ്രാക്ഷൻ പേരിൽ തന്നെ ഉണ്ട്, ഫ്രാക്ഷനാണ്, പെർസെൻറ്റേജ് ഇല്ല, അപ്പൊ ഇൻറ്റു 100 വേണ്ട.
മോൾ ഫ്രാക്ഷൻ ഓഫ് 1, മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് Chi1 is equal to 1 number of mole divided by total number of mole. Mole fraction of 2 equal to N2 divided by N1 plus N2. ടോട്ടൽ പെർസെൻറ്റേജ് 100 എന്ന് പറയുന്നത് പോലെ മോൾ ഫ്രാക്ഷൻ ടോട്ടൽ 1 ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. Chi1 plus Chi2 is equal to 1. So Chi2 is equal to 1 minus Chi1. ഓക്കെ, മോൾ ഫ്രാക്ഷൻ വ്യക്തമാണ്. മോളാർ എന്ന് പറഞ്ഞാൽ അത് 1 മോളാർ എന്നാണ്. മോളാർ എന്ന് പറഞ്ഞാൽ അത് 1 മോളാർ. എന്നാൽ സെമി മോളാർ എന്ന് പറഞ്ഞാലോ, യെസ്, സെമി മോളാർ ഈസ് ഹാഫ് മോളാർ, 0.5 മോളാർ. ഡെസി മോളാറോ 1/10 മോളാർ, 0.1 മോളാർ. സെന്റി മോളാറോ, യെസ്, 1/100, 0.01 മോളാർ. യാ, മില്ലി മോളാർ 1/1000, 0.001 മോളാർ. അപ്പൊ ഇതെന്തിനാ തരുന്നത്? ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. എന്തിനു തരുന്നു? ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡെസി മോളാർ എന്ന് കാണാം, ചിലപ്പോൾ സെമി മോളാർ എന്ന് വരാം, മില്ലി മോളാർ എന്ന് വരാം. അപ്പൊ ആ സമയത്ത് കൺഫ്യൂഷൻ ആകാതെ എൻ്റെ മക്കൾ വളരെ സ്പീഡിൽ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. പിന്നെ കുറച്ചൊരു ഹൈ ലെവലിലോട്ട് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് ചില കോൺസെൻട്രേഷൻ ടേമുകൾ തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചൊരു ധാരണ വേണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി വെച്ചുള്ള കോൺസെൻട്രേഷൻ പ്രോബ്ലംസുകൾ. ഓക്കെ, അതിൽ മൊളാരിറ്റി കാണുന്ന ഒരു ചോദ്യം നോക്കൂ. നിങ്ങൾ എൻ്റെ മക്കൾ നോക്കൂ, ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ, അബ്നോർമൽ മോളാർ മാസ് വരെ നിങ്ങളെ ക്ലിയർ ചെയ്യുന്ന കാര്യം നമ്മൾ ഏറ്റു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുക. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് തന്നാൽ, അതാണ് ഈ ഹെഡിങ്, റിലേഷൻ ബിറ്റ്വീൻ മാസ് പെർസെൻറ്റേജ്, ഡെൻസിറ്റി, മോളാർ മാസ്. Molarity is equal to mass percentage into density into 10 divided by molecular mass of solute. അപ്പൊ ഈ ഇക്വേഷൻ അറിയാതെ ചെയ്യാൻ പറ്റുമോ സാറേ? പറ്റും. ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ആ വാല്യൂ കൊടുത്ത് ചെയ്തെടുക്കാം. പക്ഷെ വേഗം ചെയ്യാൻ ഇക്വേഷൻ അറിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ് കാര്യം. ഇതേപോലെ ഇതന്നെ നോർമാലിറ്റി വെച്ച് പറയാറുണ്ട്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിന് പകരം ഇക്വലന്റ് മാസ് ഓഫ് സൊല്യൂട്ടാണ് അവിടെ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. സ്മോളറ്റർ എമ്മും മൊളാലിറ്റിയാണ്. 1 മൊളാലിറ്റി ഈസ് ഈക്വൽ ടു റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പൊ ഡെൻസിറ്റി ബൈ മൊളാരിറ്റി മൈനസ് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ 1000. അത് വെച്ചിട്ട് നമുക്ക് ഡെൻസിറ്റിയും മൊളാരിറ്റിയും തന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മൊളാരിറ്റി കണ്ടെത്താൻ കഴിയും. ഓക്കെ, അതേപോലെ മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് Chi2 into 1000 into ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ Chi1 m1 പ്ലസ് Chi2 m2. ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതേപോലെ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള റിലേഷനാണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 Chi2 ഡിവൈഡഡ് ബൈ Chi1 m. അത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാം. ഇപ്പോൾ കോൺസെൻട്രേഷൻ ടേമിനെ കുറിച്ചൊക്കെ ഞാൻ വേഗത്തിൽ പറയുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ ആ ഭാഗങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയും. ചോദ്യത്തെക്കുറിച്ച് ധാരണകൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഈ ഒരു ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാം. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ 1 മോളാർ അക്വസ് സൊല്യൂഷൻ ഈസ്. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ 1 മോളാർ അക്വസ് സൊല്യൂഷൻ ഈസ്. അപ്പം മോൾ ഫ്രാക്ഷനും മൊളാലിറ്റി നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിങ്ങൾ പോയാൽ ആ ഇക്വേഷനിൽ Chi2 ഉണ്ട്, അതേപോലെ Chi1 ഉണ്ട്. പക്ഷെ നമ്മുടെ Chi2 മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ Chi1 നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ Chi2 എന്ന് പറഞ്ഞാൽ Chi2 ഡിവൈഡ് ബൈ Chi1 പ്ലസ് Chi2 അല്ലേ? ഓക്കെ, അപ്പൊ Chi2 എന്ന് പറഞ്ഞാൽ N2 ഡിവൈഡ് ബൈ N1 പ്ലസ് N2 അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾ കിട്ടുക എന്നുള്ളതല്ലേ 1 മോളാൽ. ഉണ്ടോ? അപ്പൊ അതിന് തന്നെ വ്യക്തമായി 1 മോളാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മോൾ സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റിലാന്ന് മനസ്സിലായി. ഓക്കെ, സോൾവെന്റ് വാട്ടർ ആണ്. 1 മോൾ സൊല്യൂട്ട് 1 കിലോഗ്രാം സോൾവെന്റിലാണ്. അപ്പോൾ കിട്ടി N2 ഈസ് ഈക്വൽ ടു 1 മോൾ സൊല്യൂട്ട്. N1 ഈസ് ഈക്വൽ ടു, അതും കിട്ടിക്കഴിഞ്ഞു. N1 എന്ന് പറഞ്ഞാൽ സോൾവെന്റ് വാട്ടർ ആണ്. വാട്ടർ 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം വാട്ടർ 1000 ഗ്രാം ആണ്.
1000 ഗിവൺ മാസ് ആണ്, മോളിക്കുലാർ മാസ് 18 ആണ്. 1000/18 എന്ന് പറയുന്ന ഒരു വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് എല്ലാവരും 55.5 ആണ്. അപ്പോൾ രണ്ടിൻ്റെ നമ്പർ ഓഫ് മോൾ കിട്ടിക്കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് 1 ഡിവൈഡ് ബൈ 55.5 പ്ലസ് 1 കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 56.5. 1 ഡിവൈഡ് ബൈ 56.5 ചെയ്യാൻ എളുപ്പം. മുകളിൽ നമ്മൾ 1000 ആക്കിയാൽ 1000 ഇൻറ്റു 10⁻⁻² എന്നാണത്. അതന്നെയല്ലേ 1 ഡിവൈഡ് ബൈ 56.5. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ് എന്തെടുക്കാം? 1000/56.5 എന്ന് പറയുമ്പോൾ 2 അല്ല, 1 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇങ്ങനെ മനസ്സിലായി, 2 പോയിന്റ് അല്ല, 9 അല്ല, 1 പോയിന്റ് സംതിങ് ആണ്. സോ ഇറ്റ് ഈസ് 1.8 ഇൻറ്റു 10⁻². 1.8 ഇൻറ്റു 10⁻² എന്ന് പറയുമ്പോൾ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ആണ്. വേഗം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ സമയം കളയുന്നില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എ സൊല്യൂഷൻ മെയ്ഡ് ബൈ ഡിസോൾവിങ് 40 gram NaOH. എല്ലാ കുട്ടികൾക്കും അറിയാം NaOHന്റെ മോളാർ മാസ് 40 ആണ്. അപ്പോൾ 40 gram NaOH എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ 1 തന്നെയാണ്. 40/40 1. 40 gram NaOH in 1000 gram വാട്ടർ. 1000 gram വാട്ടർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വാട്ടർ. അപ്പൊ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് 1 ആണ്. മാസ് ഓഫ് സോൾവെന്റ് 1 കിലോഗ്രാം ആണ്. സോ ഇറ്റ് ഈസ് മൊളാലിറ്റി ആണത്. സോ മൊളാലിറ്റി 1/1 ആണ്. സോ ഇറ്റ് ഈസ് 1 ആണ് മൊളാലിറ്റി. സോ ഇറ്റ് ഈസ് എ 1 മോളാർ സൊല്യൂഷൻ ആണ്. വേഗം മനസ്സിലാക്കി എടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കൂ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടർ ഡു നോട്ട് അഫക്ട് സൊലിബിലിറ്റി ഓഫ് സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ്? യെസ്, നമുക്ക് സൊലിബിലിറ്റി പഠിക്കുന്നിടത്ത് സോളിഡ് ലിക്വിഡും പഠിക്കാനുണ്ട്, ഗ്യാസ് ലിക്വിഡും പഠിക്കാനുണ്ട്. സോളിഡ് ലിക്വിഡിലേക്കുമ്പോൾ ടെമ്പറേച്ചറിന് ഇഫക്റ്റ് ഉണ്ട്, നേച്ചർ ഓഫ് സൊല്യൂട്ടിന് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ പ്രഷറിന് ഒരു ഇഫക്റ്റ് ഇല്ല. പ്രഷറിന്റെ ഇഫക്റ്റ് എവിടെ പറയുന്നത്? ഗ്യാസ് ലിക്വിഡിലേക്കുമ്പോഴാണ്. ഗ്യാസ് ലിക്വിഡിലേക്കുമ്പോൾ പ്രഷറിന്റെ ഇഫക്റ്റ് പറയുന്ന ലോ ഏതാ? പറ. യെസ്, ഹെൻഡ്രിസ് ലോ ആണ്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രോബ്ലംസുകൾ ചെയ്യാനുണ്ട്. ഒരു മൊളാരിറ്റിയുടെ ചോദ്യം. മാസ് പെർസെന്റേജ് തന്നിരിക്കുന്നു. ദ മൊളാരിറ്റി ഓഫ് 98% H2SO4. യെസ്, നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇക്വേഷൻസുകൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ദ മൊളാരിറ്റി ഓഫ് 98% H2SO4 ഡെൻസിറ്റി തന്നാണ് ബൈ വെയിറ്റ് ഈസ്. അപ്പോൾ മാസ് പെർസെന്റേജ് തന്നു, ഡെൻസിറ്റി തന്നു, മൊളാരിറ്റി ചോദിച്ചു. നമ്മുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മക്കൾ പറ മാസ് പെർസെന്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അപ്പോൾ മാസ് പെർസെന്റേജ് എത്ര? 98. ഡെൻസിറ്റി എത്ര? 1.8 ഇൻറ്റു 10 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് 98 തന്നെയാണ്. ഞാൻ ഒന്നും ചെയ്ത് സമയം കളയുന്നില്ല. 98 ക്യാൻസൽ. 1.8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ ദ ആൻസർ ഈസ് 18 മോളാർ എന്നാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, ഇത് നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യും സാറേ? യെസ്, ഇക്വേഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യണം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു V ഇൻറ്റു 1000. സോ W2 എത്ര? 98% ആണ്. 98 ഗ്രാം സൊല്യൂട്ട് തന്നെയാണ്. ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് 98 ആണ്. വോളിയം എന്താ? യെസ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് എത്രയാണ്? മാസ് 100 ആണ്. സംശയം, മാസ് 98 അല്ലേ? അത് 98 സൊല്യൂട്ടിന്റെ മാസാ. സൊല്യൂഷൻ പെർസെന്റേജ് ആവുമ്പോൾ 100-ലാണുള്ളത്. സോ മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഡെൻസിറ്റി 1.8 ഇൻറ്റു 1000 കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഇത് കട്ടായി പോയി. 98 കട്ടായി പോയി. 1.8 മുകളിലോട്ട് വന്നു. സോ 1.8 ഇൻറ്റു 10 തന്നെ കിട്ടിയത്. അപ്പോൾ എന്താ സംഭവം? നേരത്തെ അതേ ആൻസറിൽ തന്നെ എത്തി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതെന്ന് മാത്രം. സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺസെൻട്രേഷൻ ടേമിന്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൊലിബിലിറ്റിയാണ് പഠിക്കാനുള്ളത്. സൊലിബിലിറ്റി ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ലിക്വിഡും പഠിക്കാനുണ്ട്, ഗ്യാസ് ലിക്വിഡും പഠിക്കാനുണ്ട്. ഗ്യാസ് ലിക്വിഡിൽ പ്രഷറിന്റെ ഇഫക്റ്റ് ആണ് ഹെൻഡ്രിസ് ലോ. ഹെൻഡ്രിസ് ലോന്റെ ഇക്വേഷൻ അറിയാത്ത ആരുമില്ല. P is equal to KH into Chi2. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. വാട്ട് ഈസ് KH? KH is the Henry's law constant. അപ്പോൾ ഇക്വേഷൻ തന്നെ ഡെഫിനിഷൻ കിട്ടി. P proportional to Chi2. That means the solubility of a gas in liquid is directly proportional to the pressure of the gas. പ്രഷർ കൂടുതൽ കൊടുത്താൽ കൂടുതൽ സൊല്യൂബിൾ ആകും. അപ്പോൾ പ്രഷറും കൈറ്റും തമ്മിലുള്ള ഗ്രാഫ്, പ്രഷറും മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ടും തമ്മിലുള്ള ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ. ഒറിജിനാ പോവുക.
ബിക്കോസ് പി ഈസ് ഈക്വൽ ടു പി പ്രപ്പോർഷൽ ടു കൈ2 എന്നാണ്. അപ്പോൾ ഒറിജിൻ എന്നാ പോകുന്നത്. അപ്പൊ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ2. ഓക്കെ, ഈ കെ എച്ച് ഇസ് ഹെൻഡ്രിസ് ലോ കോൺസ്റ്റന്റ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ2 എന്നാണെങ്കിൽ ഈ കെ എച്ച് എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ പി പ്രപ്പോർഷൻ പി വേഴ്സ് കൈ2 ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെ എച്ച്? കെ എച്ച് ഈസ് ദ സ്ലോപ്പ്. പി വേഴ്സ് കൈ2 ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് കെ എച്ച് ആയിരിക്കും. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കൈ2ന്റെ സ്ഥാനത്ത് നിങ്ങൾ 1 - കൈ1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്താൽ പി വേഴ്സ് കൈ1 ഗ്രാഫ് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ എച്ച് ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഗ്രാഫ് താഴോട്ടാ പോവുക, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഇതാ ഞാൻ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെ ഗ്രാഫുള്ള ഗ്രാഫ് ഏതാ അറിയാം? പ്രഷർ വേഴ്സ് കൈ1 ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് മൈനസ് കെ എച്ച് ആയിരിക്കും. ഓക്കെ, നമ്മൾ പി വേഴ്സ് കൈ2 ഗ്രാഫിന്റെ സ്ലോപ്പ് കെ എച്ച് ആണ്. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫറെൻറ്റ് ഗ്യാസും ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂ ആയിരിക്കും. കെ എച്ച് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സോൾവെൻ്റ് ആയിരിക്കും. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കെ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അക്വ സൊല്യൂഷനിലെ വാല്യൂ തന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് കെ എച്ച് ഇൻക്രീസ് സോലുബിലിറ്റി ഡിക്രീസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് കെ എച്ച് ഇൻക്രീസ് സോലബിലിറ്റി ഡിക്രീസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂ തന്നിട്ട് സോലബിലിറ്റി ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ കെ എച്ച് കൂടിയ ഗ്യാസുകൾക്ക് സോലബിലിറ്റി കുറവായിരിക്കും അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആ ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല, സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഹെൻഡ്രിസ് ലോന്റെ അപ്ലിക്കേഷൻസ് സോഫ്റ്റ് ഡ്രിങ്ക് സീൽഡ് ചെയ്തിരിക്കുന്നത്, സ്ക്യൂബ ഡൈവേഴ്സ്, ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, ബെൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഹീലിയം മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുന്ന ഹീലിയം എത്ര പെർസെൻറ്റേജ് ആണ്? 11.7% ഹീലിയം, 56.2% നൈട്രജൻ, 32.1% ഓക്സിജൻ. അതൊക്കെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ നമുക്ക് വേണം. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂ തന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ. ആ കെ എച്ച് വാല്യൂവിൻ്റെ ഓർഡർ നോക്കിയിട്ട് ഞാൻ ഗ്യാസുകളെ അവയുടെ കെ എച്ച് വാല്യൂവിൻ്റെ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സോലബിലിറ്റി ഓർഡർ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. അതിലെ വാല്യൂസ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ കമ്പാരിസൺ ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, സോ ലിസൺ ഹിയർ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഗ്രാഫ് ഈസ് എ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹെൻഡ്രിസ് ലോ? ഹെൻഡ്രിസ് ലോന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ഏതാണ്? പ്രഷർ ഓഫ് ഗ്യാസ് വേഴ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. സോ ഇറ്റ് ഈസ് പ്രഷർ വേഴ്സ് കൈ2 ഗ്രാഫ് തന്നെയാണ്. കാരണം ഗ്യാസ് ആണ്, ഗ്യാസ് അവിടുത്തെ സൊല്യൂട്ടാണ്. അപ്പോൾ അത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഒറിജിൻ ആണ് പോവുക. സോ ഇറ്റ് ഈസ് ദ ആൻസർ ഈസ് വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയേ. എയർ കണ്ടെയ്ൻ O2 and N2 in the ratio 1:4. 1:4. The ratio of their solubilities in terms of mole fraction. അപ്പോൾ നമ്മൾ കാണേണ്ടത് കൈO2 ബൈ കൈN2 ആണ് കാണേണ്ടത്. O2 and N2 ഓർഡറിലാണ്. കൈO2 ബൈ കൈN2 ആണ് കാണേണ്ടത്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് റൂം ടെമ്പറേച്ചർ വിൽ ബി KH തന്നിട്ടുണ്ട്, KH ഓഫ് O2 തന്നിട്ടുണ്ട്, KH ഓഫ് N2 തന്നിട്ടുണ്ട്. KH ഓഫ് O2 KH ഓഫ് N2 തന്നിട്ടുണ്ട്. ശരിക്കും ഈ O2വിൻ്റെ KHും N2വിൻ്റെ KHും തമ്മിൽ ഡബിളിൻ്റെ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് സൊലിബിലിറ്റിയും 1:2 റേഷ്യോയിൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ് വേറൊരു കാര്യം. ഓപ്ഷൻ 1 ആയിരിക്കുമെന്ന് ഞാൻ ഏകദേശം സൂചിപ്പിക്കുകയാണ്. നമുക്ക് ചെക്ക് ചെയ്തൊക്കെ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാം. എയർ കണ്ടെയ്ൻ O2 ആൻഡ് N2 ഇൻ ദ റേഷ്യോ 1:4. നമുക്കറിയാം എന്താ, കൈO2 ബൈ കൈN2 അല്ല കാണേണ്ടത്. കൈO2 is equal to PO2. ഓക്കെ, P is equal to, നമ്മൾ ഇക്വേഷൻ P is equal to KH into കൈ. അപ്പോൾ PO2 is equal to KH into കൈO2. PN2 is equal to KH into കൈN2. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈO2 ബൈ കൈN2 എന്ന് പറയുമ്പോൾ N2വിൻ്റെ KH O2വിൻ്റെ അടുത്തോട്ട് പോകും. സോ ഇറ്റ് ഈസ് PO2 into KH of N2 divided by PN2 into KH of O2. ക്ലിയർ? അപ്പോൾ ഇനി ഇതിൻ്റെ പാർഷ്യൽ പ്രഷർ കാണണം. പാർഷ്യൽ പ്രഷർ കാണാൻ ഇവര് O2വിൻ്റെയും N2വിൻ്റെയും എയറിലെ റേഷ്യോ തന്നത്.
അപ്പോൾ പാർഷ്യൽ പ്രഷർ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ച് കാണണം. അത് ഞാൻ കാണിച്ചുതരാം. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PO2 ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു കൈ N2 സോറി കൈ O2. പാർഷ്യൽ പ്രഷർ ടോട്ടൽ പ്രഷർ ഇൻറ്റു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ചില കുട്ടികൾ സംശയം കൈ O2 അല്ലേ കാണേണ്ടത്, അപ്പം പിന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിലെ കൈ O2 എന്താണ്? അത് എയറിലെ ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ PO2 ഇസ് P ടോട്ടൽ ഇൻറ്റു കൈ O2 സോറി PO2 P ടോട്ടൽ ഇൻറ്റു കൈ O2. അങ്ങനെയാണെങ്കിൽ PO2 ഈസ് ഈക്വൽ ടു P ടോട്ടൽ എത്ര? P ടോട്ടൽ 1 atm ആണ്. 1 atm ഇൻറ്റു ഓക്സിജൻ എത്ര റേഷ്യോ? ഓക്സിജൻ 1:4 അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് 1/5. ഓക്കെ, അപ്പം 1/5 തന്നെയാണ്. അതേപോലെ PN2 എന്ന് പറയുന്നത് 1 ഇൻറ്റു 4/5. സോ ഇറ്റ് ഈസ് 4/5. സോ കൈ O2 ബൈ കൈ N2 ഈസ് ഈക്വൽ ടു PO2 എത്ര? 1/5. 1/5 ഇൻറ്റു KH ഓഫ് N2 എത്രയാണ്? KH ഓഫ് N2 എന്ന് പറയുന്നത് 6.6 ഇൻറ്റു 10⁻⁷ ഡിവൈഡഡ് ബൈ 4/5 ഇൻറ്റു 3.3 ഇൻറ്റു 10⁻⁷. So 5 cancel. So 1/4 ഇൻറ്റു 6.6ഉം 3.3ഉം കട്ട് ചെയ്താൽ എത്ര ഉണ്ടാവുക? 2. 1/4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 2 ഈസ് 1/2. 1/2 എന്ന് പറയുമ്പോൾ the ratio is 1:2. 2/4 1/2. 2/4 is 1/2. So the ratio is 1:2. ഓക്കെ, അപ്പോൾ കൈO2 ബൈ കൈ N2 കാണാൻ PO2 ഇൻറ്റു KH ഓഫ് N2. ഈ PO2 എങ്ങനെ കണ്ടു? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു ഇറ്റ്സ് ഫ്രാക്ഷൻ. ടോട്ടൽ പ്രഷറിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് പാർഷ്യൽ പ്രഷർ എന്നുള്ളതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. ഇനി ഈ ചാപ്റ്റർ പോകുന്നത് റോൾസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകളിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോയാണ് റോൾസ് ലോ. 2 ടൈപ്പ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 2 ടൈപ്പ് സൊല്യൂഷനിൽ റോൾസ് ലോ അപ്ലൈ ചെയ്യാനുണ്ട്. സൊല്യൂഷൻ ഓഫ് സോളിഡ് ലിക്വിഡും പഠിക്കാനുണ്ട്, സൊല്യൂഷൻ ഓഫ് ലിക്വിഡും പഠിക്കാനുണ്ട്. അതിൽ ഈ കാണുന്ന ഗ്രാഫ് ലിക്വിഡിന്റെ റൗൾസ് ലോയുടെ ഗ്രാഫാണ്. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഇത്തരം സൊല്യൂഷനെ ഐഡിയൽ സൊല്യൂഷൻ എന്നാ വിളിക്കുക. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന അത്തരം സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ. എന്താ റൗൾസ് ലോ പറയുന്നത്? P1 പ്രപ്പോർഷണൽ ടു K1. പാർഷ്യൽ പ്രഷർ the partial vapor pressure of a component. ഒരു സൊല്യൂഷന്റെ അകത്ത് ഒരു കോമ്പണന്റ് വേപ്പറായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ, അതിന്റെ വേപ്പർ പ്രഷർ പാർഷ്യൽ വേപ്പർ പ്രഷർ, സൊല്യൂഷൻ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ. ഈ K1 സൊല്യൂഷനിലെ ഫ്രാക്ഷൻ. ഓക്കെ, ചില ചോദ്യങ്ങളിൽ വേപ്പറിലെ ഫ്രാക്ഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ റൗൾസ് ലോയിലെ K1 കണ്ടാൽ ഉത്തരം തെറ്റും. വേപ്പറിലെ ഫ്രാക്ഷൻ കാണാൻ നിങ്ങൾ വേറെ ഇക്വേഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. P1 പ്രപ്പോർഷണൽ ടു K1. P1 ഈക്വൽ ടു P01 ഇൻറ്റു K1. P2 ഈസ് ഈക്വൽ ടു P02 ഇൻറ്റു K2. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഇവിടെ രസകരമായ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 ആണല്ലോ. പാർഷ്യൽ പ്രഷറിന്റെ സമ്മാണ് ടോട്ടൽ പ്രഷർ എന്നുള്ളതും ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. എങ്കിൽ P1ന്റെ സ്ഥാനത്ത് റൗൾസ് ലോ അപ്ലൈ ചെയ്യുന്നു, P01 ഇൻറ്റു K1. P2ന്റെ സ്ഥാനത്തും റൗൾസ് ലോ അപ്ലൈ ചെയ്യുന്നു, P02 ഇൻറ്റു K2. ഈ K1ന്റെ സ്ഥാനത്ത് 1 - K2 കൊടുത്താൽ നമുക്ക് K1ന്റെ സ്ഥാനത്ത് 1 - K2 കൊടുത്താൽ നമുക്ക് K2 ടേമിൽ മാത്രം ഒരു ഇക്വേഷൻ കിട്ടും. അത് ഉറപ്പല്ലേ? P total is equal to P01 plus P02 minus P01 into K2. ശരിക്കും ഈ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് സിയിലല്ല ഇക്വേഷൻ കിടക്കുന്നത്. അഥവാ ഈ ഗ്രാഫിൽ ഞാനത് കാണിച്ചു തരാം. ഈ ഗ്രാഫിൽ ടോട്ടൽ പ്രഷർ ദിസ് ഈസ് എക്സ് ആക്സിസ്. ഓക്കെ, ഇങ്ങോട്ട് പോകും തോറും K2 കണ്ടോ, ഇത് K2. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ കാണുന്ന ഗ്രാഫ് അഥവാ ടോട്ടൽ പ്രഷർ P ടോട്ടൽ മുകളിലോട്ട്, K2 വലത് ഭാഗത്തോട്ട്. അപ്പൊ P ടോട്ടൽ വേഴ്സ് K2 ഗ്രാഫ് ഇതാ ഇങ്ങനെയുള്ളത്. P ടോട്ടൽ വേഴ്സ് K2 ഗ്രാഫ്, ടോട്ടൽ പ്രഷർ ഇതാണ്, നിങ്ങൾക്കറിയാം. ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ?
സ്ലോപ്പ് P01 കണ്ടോ, സ്ലോപ്പ് എന്താണ്, സ്ലോപ്പ് P02, ഇതാണ് വലിയ വാല്യൂ. P0 ഇവിടെ എത്തുമ്പോൾ P02 ആയി, ഇവിടെ എത്തുമ്പോൾ P01 ആണ്. അപ്പോൾ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ. ഇനി ആ ഗ്രാഫ് ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ ടോട്ടൽ പ്രഷർ വേഴ്സ് കൈ1 ആണെങ്കിൽ സ്ലോപ്പ് എന്താ, P01 മൈനസ് P02 ആയിരിക്കും. കണ്ട ആ സ്ലോപ്പാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ ഒരു ടോട്ടൽ പ്രഷർ കാണിക്കുന്ന ഒരു ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആ രണ്ട് അറ്റത്തെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് തന്നാൽ P01ഉം P02 കണ്ടുപിടിക്കാനൊക്കെ കഴിയും. അത്തരം ചോദ്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കടന്നു പോകും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ, ഇവിടെ P1ന്റെ ഗ്രാഫും ഉണ്ട്, P2ന്റെ ഗ്രാഫും ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ടും വോളറ്റൈൽ, രണ്ടും ലിക്വിഡ് കോമ്പണന്റുകളാണ്. എന്നാൽ ഒരാൾ സോളിഡ് ആണെങ്കിൽ, സോളിഡിൽ ലിക്വിഡ് ആണെങ്കിൽ സോളിഡിന് വേപ്പർ ആവാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഗ്രാഫിൽ ഒരൊറ്റ ഗ്രാഫേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, സോ P1 പ്രപ്പോർഷണൽ കൈ1, P1 ഈക്വൽ ടു P01 ഇൻറ്റു കൈ1. ഈ പോയിന്റ് P01 ആയിരിക്കും. ബിക്കോസ് ഇവിടെ എത്തുമ്പോൾ കൈ1 1 ആണല്ലോ, അപ്പൊ അത് P01 ആണ്. ഈ ഗ്രാഫ് P ടോട്ടൽ, P സൊല്യൂഷൻ ആണ്. അപ്പോൾ സൊല്യൂഷന്റെ ഗ്രാഫ് സോൾവന്റിന്റെ പ്യുവർ വേപ്പർ പ്രഷറിനേക്കാളും കുറവാണ്. അഥവാ സൊല്യൂഷന്റെ ഗ്രാഫ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവാണ് സോൾവന്റിന്റെ പ്യുവർ വേപ്പർ പ്രഷറിനേക്കാളും. പ്യുവർ സോൾവന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവാണ്. അഥവാ സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. കണ്ട, അപ്പൊ നോൺ വോളറ്റൈലായ സോളിഡ് സൊല്യൂട്ടുകൾ ആഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. അതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ അല്ല, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയും, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഒരു പ്രോപ്പർട്ടി കൂടി അവിടെ ഓർത്ത് വെച്ചോളൂ, ഓസ്മോട്ടിക് പ്രഷർ. മക്കൾക്കറിയാം ഈ 4 പ്രോപ്പർട്ടികളാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ ഒരു പ്രോപ്പർട്ടി. അത്തരം പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഈ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, റോൾസ് ലോയിൽ പറയുന്ന ഫ്രാക്ഷൻ, യെസ് കൈ1 കൈ2, റോൾസ് ലോയിൽ പറയുന്ന ആ ഫ്രാക്ഷൻ എല്ലാം സൊല്യൂഷനിലെ ഫ്രാക്ഷനാണ്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് കോമ്പണന്റ് ഇൻ സൊല്യൂഷൻ ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടതാണ്. പക്ഷെ ചില ചോദ്യങ്ങൾ വേപ്പറിലെ ഫ്രാക്ഷൻ ആയിട്ട് ചോദിക്കും. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ചില ക്വസ്റ്റ്യന്റെ അകത്ത് വേപ്പറിലെ ഫ്രാക്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ റൗൾസ് ലോന്റെ ഇക്വേഷനിലെ കൈ1ഉം കൈ2ഉം കണ്ടാൽ ഉത്തരം തെറ്റും. തെറ്റിയ ഓപ്ഷൻ ഓപ്ഷനിൽ ഉണ്ടാകും, തെറ്റിയ ആൻസർ. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് വേപ്പറിലെ ഫ്രാക്ഷൻ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേം കൈ അല്ല വൈ എന്നാണ്. സോ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, വേപ്പർ എന്ന് പറയുമ്പോൾ ഗ്യാസ്, അപ്പൊ അവിടെ നമ്മൾ റൗൾസ് ലോ അപ്ലൈ ചെയ്യുന്നില്ല. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഞാൻ ആ മോൾ ഫ്രാക്ഷൻ എക്സ് അല്ല വൈ ആ കൊടുക്കുന്നത്. വേപ്പറിലെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡാൾട്ടൺസ് ലോ ആണ് അവിടെ ഞാൻ അപ്ലൈ ചെയ്തത്, റൗൾസ് ലോ അല്ല. അപ്പോൾ നമുക്ക് ആ y1 ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ y1 ഈക്വൽ ടു, നമ്മൾ എങ്ങനെ ഇടുമ്പോൾ അത് എക്സ് ആയി മാറുന്നുണ്ട്. y1 ഈക്വൽ ടു P1 ബൈ P ടോട്ടൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ P1ന്റെ സ്ഥാനത്ത് P1 കിട്ടാൻ സൊല്യൂഷന്റെ അകത്തുള്ള കോമ്പണന്റ് ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ കാണാൻ റൗൾസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ P1ന്റെ സ്ഥാനത്ത് P01 കൈ1 കൊടുക്കാം, P ടോട്ടലിന്റെ ഭാഗത്ത് P01 കൈ1 പ്ലസ് P02 കൈ2 കൊടുക്കാം. അങ്ങനെ y1 കാണാം, ഇതേപോലെ y2 കാണാം. y2 എന്ന് പറയുന്നത് P2 ബൈ P ടോട്ടൽ ആയിരിക്കും. ഇതേപോലെ ചെയ്യാം. നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ റൗൾസ് ലോ പഠിച്ചു കഴിഞ്ഞു, ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കി, റൗൾസ് ലോ ഒബേ ചെയ്ത സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ, വേപ്പറിലെ ഫ്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ കോൺഫിഡന്റ് ആകും നിങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 2 ലിക്വിഡ്സ് എക്സ് ആൻഡ് വൈ ഫോം ഐഡിയൽ സൊല്യൂഷൻ. ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. അറ്റ് 300 കെൽവിൻ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ എക്സ്, 1 മോൾ എക്സും 3 മോൾ ഓഫ് വൈ. അപ്പൊ രണ്ടാവിടെ നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് മോൾ എവിടുത്തെ നമ്പർ ഓഫ് മോളാ? യെസ്, സൊല്യൂഷനിലെ നമ്പർ ഓഫ് മോളാ. അപ്പൊ നമ്പർ ഓഫ് മോൾ വെച്ച് ചെയ്താൽ കിട്ടുന്ന ഫ്രാക്ഷൻ ഏത് ആയിരിക്കും? യെസ്, സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലാതെ വൈ അല്ല, എക്സ് ആയിരിക്കും. ഓക്കെ, കണ്ടെയ്നിങ്. ഓക്കെ, അത്രയ്ക്കും ഫ്രാക്ഷൻ ഉള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ്? 550 mmHg ആണ്. അറ്റ് ദ സെയിം ടെമ്പറേച്ചർ,
അതേ ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം വരുത്തുന്നു? 1 മോൾ വൈ ഈസ് ഫർദർ ആഡഡ്. 1 മോൾ വൈയും കൂടി അതിലോട്ട് ആഡ് ചെയ്യുന്നു. വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് ബൈ 10 mmHg. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നത്? ആദ്യം 550 ആയിരുന്നു. 550ക്ക് 1 മോൾ വൈ ആഡ് ചെയ്തപ്പോൾ 560 ആകും. 10 mm കൂടി, അല്ലാതെ 10 ആയി എന്നല്ല. വേപ്പർ പ്രഷർ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ പ്യുവർ സ്റ്റേറ്റ്. യെസ്, വളരെ സിമ്പിളായ ചോദ്യമാണ്, കോമൺ ആയിട്ട് വരുന്നതാണ്. ചോദിച്ചിരിക്കുന്നത് P0x-ഉം P0y-ഉം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, 2 ഇക്വേഷനിലോട്ടാണ് ഇത് വരിക. ആ 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് P0x-ഉം P0y-ഉം കിട്ടുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ പ്രഷർ 550. 550 ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട P0x ഇൻറ്റു അതിൻ്റെ ഫ്രാക്ഷൻ. എക്സിൻ്റെ ഫ്രാക്ഷൻ എത്ര? എക്സ് എത്ര മോളായിരുന്നു? 1 മോൾ. വൈയോ 3 മോൾ. അപ്പോൾ ഫ്രാക്ഷൻ എത്ര ആയിരിക്കും? 1/1 + 3 1/4 പ്ലസ് P0y ഇൻറ്റു 3/4. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി 510 വേറെ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷെ അതിൻ്റെ മുമ്പ് 1/4 3/4 ബൈ 4നെ ഞാൻ 550 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങോട്ട്. അപ്പോൾ 550 ഇൻറ്റു 4 550 ഇൻറ്റു 4 2200 ഈക്വൽ ടു P0x പ്ലസ് P0y. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇതേപോലത്തെ ഒരു ഇക്വേഷൻ കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് P0x P0y കാണാന്നുള്ളതാണ്. P0y ഇൻറ്റു 3 എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 550 എന്നുള്ളത് 560 ആകുന്നു. 10 mm കൂടുന്നു. എപ്പോൾ? 1 മോൾ വൈ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സിന് നമ്പർ ഓഫ് മോളിൽ മാറ്റമില്ല. വൈ 1 മോൾ കൂടിയ സ്ഥിതിക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾ 5 ആകുന്നു. പ്ലസ് വൈ 1 മോൾ കൂടിയ സ്ഥിതിക്ക് 3 ഉള്ളത് 4 ആകുന്നു. 4/5 P0y. ഓക്കെ, 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 560 ഇൻറ്റു 5 എന്ന് പറയുന്നത് 2800 ആയിരിക്കും അല്ലേ? ഓക്കെ, 2800 ഈസ് ഈക്വൽ ടു P0x പ്ലസ് 4P0y. ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്താൽ 2800 മൈനസ് 22500 എന്ന് പറഞ്ഞാൽ 600. P0x മൈനസ് P0x കട്ടായി പോയി. 4P0y മൈനസ് 3P0y. യെസ്, P0y is equal to 600 വരുന്ന 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ആ രണ്ടിൽ ഏതോ ഒന്നാണ് ഓപ്ഷൻ. എങ്കിൽ ഈ P0y 600 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 തന്നെ കൊടുക്കാം. 2200 ഈസ് ഈക്വൽ ടു P0x പ്ലസ് 3 ഇൻറ്റു 600. സോ P0x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 600 1800. സോ 2200 മൈനസ് 1800. സോ ആൻസർ ഈസ് 400. 400ഉം 600 വരുന്ന ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ വാല്യൂസുകൾ കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയി പേടിക്കാതെ. കണ്ടോ, ക്വസ്റ്റ്യൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ? വലിയ ചോദ്യം, പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ ചെയ്യേണ്ടെന്നൊരു ധാരണ കിട്ടും. ഈ ഒരു ചോദ്യം എന്താ? P0A P0B തന്നിട്ടുണ്ട്. ഓക്കെ, ടോ റെസ്പെക്റ്റീവ്ലി വാട്ട് വിൽ ബി ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് if B has a mole fraction of 0.5. ബിയുടെ മോൾ ഫ്രാക്ഷൻ 0.5 ആണ്. സൊല്യൂഷനിലെ ഫ്രാക്ഷൻ, നമുക്ക് വേപ്പറിലെ ഫ്രാക്ഷനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മോട് ചോദിച്ചത് y ആണ് ചോദിച്ചത്. y is equal to PA by P total, Dalton's law of partial pressure. So PA is equal to P0A into Ia divided by P total എന്ന് പറയുന്നത് P0A into Ia plus P0B into Ib. is equal to P0A എത്ര? 108. KaiA എത്ര? യെസ്, Kib 0.5 ആണ്. Kib 0.5 ആണെങ്കിൽ KaiA എന്ന് പറയുന്നത് 1 minus 0.5 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ 0.5. 108 into 0.5 divided by 108 into 0.5 plus 36 into 0.5. 108 by 108 into 0.5 ആണ് 108ൻ്റെ പകുതി 54 divided by 54 plus 36ൻ്റെ പകുതി 18. So it is 54 divided by 54 plus 18 എത്ര? 72 ആണ്. 54 by 72 എന്ന് പറയുന്നത് ഈസ് 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ?
നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. റോൾസിൽ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷനുകൾ മിക്സ് ചെയ്താലും സെയിം ഇൻട്രാക്ഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇൻട്രാക്ഷൻ കൂടുകയോ മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കൂടിയാൽ വേപ്പർ ആവാനുള്ള കഴിവ് കുറയും, വൊളറ്റൈലിറ്റി കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോഴാണ് അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുകയാണത്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. എന്നാൽ ഇൻട്രാക്ഷൻ കൂടിയാൽ വേപ്പർ ആവാനുള്ള കഴിവ് കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ നാം പ്രതീക്ഷിച്ചതിനേക്കാളും കുറയും. അപ്പോൾ അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. എന്നാൽ മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷൻ കുറഞ്ഞാൽ വേഗം വേപ്പർ ആവും. മിക്സ് ചെയ്തപ്പോൾ ഇൻട്രാക്ഷൻ കുറഞ്ഞു, അപ്പോൾ കോമ്പണന്റ് എല്ലാം സൊല്യൂഷന് വേഗം വേപ്പർ ആവും. അപ്പോൾ റൗൾസിൽ ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ക്ലിയർ? എന്നാൽ എ ആൻഡ് ബി ഫോളോസ് റൗൾസ് ലോ. A solution containing component A and B follows Raoult's law. Raoult's law follow ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷനും സൊല്യൂട്ട് തമ്മിലുള്ള ഇൻട്രാക്ഷനും പരസ്പരം സെയിം ആയിരിക്കും. സോ എ ബി ഇൻട്രാക്ഷൻ ഫോഴ്സ് റിമെയിൻസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ബി ബി ഇൻട്രാക്ഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കും. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും, ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, ലോജിക്കൽ ചിന്തിച്ചാൽ മതി. പറയാം. Liquid A and B when mixed form an ideal solution. The vapor pressure of A and B at T degree Celsius and 250 T degree Celsius 250 and 150 mm Hg. No solution of A and B at T degree Celsius have a vapor pressure. Solution കാണിക്കാത്ത വേപ്പർ പ്രഷർ ഏത് എന്നാണ്. സൊല്യൂഷൻ കാണിക്കാത്ത വേപ്പർ പ്രഷർ ഏതെന്ന്. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മളെ ഗ്രാഫിൽ ഇതല്ലേ സൊല്യൂഷൻ്റെ ഗ്രാഫായിട്ട് നമ്മൾ കാണാറ്. ഇതിൽ ഒരാൾ 150 അപ്പം ഈ ഭാഗം 150, ഈ ഭാഗം ആരാ? P0 B. ബിയുടെ വാല്യൂ ആണ് 150. ഈ ഭാഗമോ, ഈ ഭാഗം P0 A. P0യുടെ വാല്യൂ എത്ര? 250. സൊല്യൂഷൻ എന്ത് സൊല്യൂഷനാ? ഐഡിയൽ സൊല്യൂഷനാ. അപ്പോൾ ഇവിടെ ഡീവിയേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പി ടോട്ടൽ എന്ന് പറയുന്ന വാല്യൂ 150യുടെ മേലെയായിരിക്കും. മനസ്സിലായില്ല? പി ടോട്ടൽ ഗ്രേറ്റർ ദാൻ 150 ആൻഡ് പി ടോട്ടൽ ലെസ് ദാൻ 250. മനസ്സിലായില്ല? ഈ ഗ്രാഫ് നോക്കൂ നിങ്ങൾ. ഈ ഗ്രാഫ് 250 വാല്യൂവിൻ്റെ താഴെയും 150 വാല്യൂവിൻ്റെ മേലെയാണ്. ഒരിക്കലും സൊല്യൂഷൻ്റെ പ്രഷർ 150യുടെ താഴോട്ട് പോകൂല, 250യുടെ മേലോട്ടും പോകുന്നില്ല. അപ്പോൾ 200 ഉണ്ടാവാം, 160 ഉണ്ടാവാം, 150യുടെ മേലെ 180 ഉണ്ടാവാം. ഒരിക്കലും ഏതില്ല? 130 ഇല്ല. സോ 130 ആണ് അവിടുത്തെ ആൻസർ. 150ന്റെ താഴെ സൊല്യൂഷന് വേപ്പർ പ്രഷർ ഇല്ല, കാരണം നെഗറ്റീവ് ഡിവിയേഷൻ ഇല്ല, ഐഡിയൽ ബിഹേവിയർ സൊല്യൂഷനാണ്. അപ്പോൾ 150യുടെ താഴോട്ടില്ല, 250യുടെ മേലോട്ടും സൊല്യൂഷനും വേപ്പർ പ്രഷർ ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിത് പ്രോബ്ലം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ അത് ഗ്രാഫിനെ കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ വേഗം ആൻസർ ചെയ്യാം. അപ്പോൾ ഐഡിയൽ അല്ലാത്ത സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെങ്കിൽ സിമിലർ സൈസ്, സിമിലർ പൊളാരിറ്റി, എൻ ഹെക്സേൻ, എൻ ഹെപ്റ്റേൻ, മെത്തനോൾ, എത്തനോൾ, CH2H5Cl, C2H5Br, ആ എക്സാമ്പിളുകൾ കണ്ടാൽ തന്നെ നമുക്കത് ഐഡിയൽ ആണെന്ന് മനസ്സിലാകും. എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. മക്കളെ നിങ്ങൾ നോക്കൂ, പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫിനെ കുറിച്ച് നല്ല ധാരണ വേണം, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫിനെ കുറിച്ചും നല്ല ധാരണ വേണം. ഇനി ഞാൻ ഇവിടെ കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. പോസിറ്റീവ് ഡീവിയേഷന്റെ കണ്ടീഷൻസുകൾ, ഡീവിയേറ്റ് ഫ്രം റൗൾസ് ലോ, P1 ഗ്രേറ്റർ ദാൻ P0 × K1 അങ്ങനെ ആയിരിക്കും. ഡെൽറ്റ H മിക്സ് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ V മിക്സ് പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ്, അത് നന്നായി ശ്രദ്ധിക്കണം. എൻട്രോപ്പി ചേഞ്ച് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലും നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലും എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിരിക്കും. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് അസറ്റോണും CHCl3 ക്ലോറോഫോമും മിക്സ് ചെയ്തപ്പോൾ, അസറ്റോണും ക്ലോറോഫോമും മിക്സ് ചെയ്തപ്പോൾ അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായി.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൊല്യൂട്ടും സോൾവെന്റ് മിക്സ് ആക്കി സൊല്യൂഷൻ ആകുമ്പോൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേപ്പർ ആവാനുള്ള ടെൻഡൻസി കുറയും, വേപ്പർ പ്രഷർ കുറവ് കാണിക്കും. അപ്പോൾ അത് നെഗറ്റീവ് റൗൾസ് ലോ നെഗറ്റീവ് പ്രഷർ കുറയും, അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ ഇവർ തമ്മിൽ കാണിക്കുന്ന ഡീവിയേഷൻ ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും കാണിക്കുന്ന എക്സാമ്പിളുകൾ എത്തനോൾ, ആൽക്കഹോൾ, വാട്ടർ, എത്തനോൾ, അസറ്റോൺ, ഇവരെല്ലാവരും ആ എക്സാമ്പിൾ എല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫീനോൾ ആനിലിൻ മിക്സ് ചെയ്താൽ അവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും, അപ്പോൾ അത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും, ഫീനോൾ ആനിലിൻ. ക്ലോറോഫോം, അസറ്റോൺ നെഗറ്റീവ്. ആസിഡും വാട്ടറും മിക്സ് ചെയ്താൽ നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടാകാൻ സാധ്യതയാണ് കൂടുതൽ. ഈ ചോദ്യം എന്താ? എമംഗ് ദ ഫോളോവിങ് ദാറ്റ് ഡസ് നോട്ട് ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ. താഴെ തന്നതിൽ ഏതാണ് ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യാത്തത്? ഇതെന്താ? ബെൻസീൻ ആൻഡ് ടോളുവിൻ ഐഡിയൽ ആയിരിക്കും. സോറി, C6H6, ബെൻസീൻ ആൻഡ് ടോളുവിൻ, ബെൻസീൻ ടോളുവിനും ഐഡിയൽ ആയിരിക്കും. എന്നാൽ ക്ലോറോ ബെൻസീനും ഫീനോളും ഐഡിയൽ ആണോ? അല്ല. ഫീനോളിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും, അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇൻട്രാക്ഷനിൽ വ്യത്യാസം വരും, അതുകൊണ്ട് അത് ഐഡിയൽ അല്ല. ബാക്കി C2H5Cl, C2H5Br സിമിലർ പൊളാരിറ്റി ഓൾമോസ്റ്റ്, C2H5Br, C2H5I സിമിലർ പൊളാരിറ്റി ഓൾമോസ്റ്റ്. എന്നാൽ C2H5Cl ഉം C2H5I എടുത്തു കഴിഞ്ഞാൽ പൊളാരിറ്റി നല്ല ഡിഫറൻസ് ഉണ്ടാവും, അപ്പോൾ അത് ഐഡിയൽ ആയിക്കൊള്ളണമെന്നില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഈ ചോദ്യം എന്താ? വിച്ച് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ആൻ ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു കണ്ടീഷൻ അതാണ്. ഡെൽറ്റ എച്ച് മിക്സ് ഈസ് ഈക്വൽ ടു 0 ഐഡിയൽ, ഡെൽറ്റ ബി മിക്സ് ഈസ് ഈക്വൽ ടു 0 ഐഡിയൽ, ഡെൽറ്റ ബി മിക്സ് ഈക്വൽ ടു 0 ഐഡിയൽ. തെറ്റാണ്. മിക്സ് ചെയ്യുമ്പോൾ ഐഡിയൽ ആണെങ്കിലും നോൺ ഐഡിയൽ ആണെങ്കിലും പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലും നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലും എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. എൻട്രോപ്പി ചേഞ്ച് അവിടെ പോസിറ്റീവ് ആയിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ ഡിസോർഡർ കൂടും എന്നുള്ളതാണ് ഐഡിയലിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മൾ എക്സാമ്പിളുകളെ കമ്പയർ ചെയ്തിട്ട് വേഗം ഓപ്ഷനിലെത്താം. ഒരു കാര്യം പറയട്ടെ, ഈ ഓപ്ഷനിലെത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ എന്താണെന്നറിയാം? ഈ സൊല്യൂഷൻ ബെൻസീൻ ടോളുവിൻ എന്ന് പറയുന്നത് ഐഡിയൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 4ന്റെ നേരെ P വരും. ഓക്കെ, ഐഡിയൽ ഉള്ള ആള് Q വരൂല, നോൺ ഐഡിയൽ അല്ല, അസിയോട്രോപ്പ് ഫോം ചെയ്യില്ല ഐഡിയൽ. അപ്പോൾ 4ന്റെ നേരെ P മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ. ഇനി നിങ്ങൾ ബാക്കിയുള്ള എക്സാമ്പിൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഇതിൽ ഏതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ബോയിലിംഗ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, വേപ്പർ പ്രഷർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ഫ്രീസിംഗ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എയർ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസുകൾ 4 എണ്ണമാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എയർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ഇക്വേഷൻസിലെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എയർ പ്രഷർ ഡെൽറ്റ P ബൈ P01 ഈസ് ഈക്വൽ ടു K2. അപ്പോൾ അതൊന്ന് മോളിക്കുലാർ മാസ് കാണുന്ന ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കണം. M2 ഈസ് ഈക്വൽ ടു W2M1 ഡിവൈഡ് ബൈ W1 ഇൻറ്റു ഡെൽറ്റ P ബൈ P01. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. അതൊന്ന് മോളിക്കുലാർ മാസ് ഓഫ് സോളിഡ് കാണുന്ന ഇക്വേഷൻ KB ഇൻറ്റു W2 ഡിവൈഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു W1 ഇൻറ്റു 1000. ഇതേപോലെ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. ഇക്വേഷൻ അറിയാലോ, ഒക്കെ അറിഞ്ഞിരിക്കണം. ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോസിസ് ഈസ് ദ പാസേജ് ഓഫ് സോൾവെന്റ് ഫ്രം സോൾവെന്റ് ടു സൊല്യൂഷൻ ഓർ സൊല്യൂഷൻ ഓഫ് ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ? അതിന്റെ എക്സാമ്പിൾ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താ? എലിവേഷൻ ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് 1 മോളാൽ സൊല്യൂഷൻ. അപ്പോൾ ഡെൽറ്റ TF ഓഫ് 1 മോളാൽ ഗ്ലൂക്കോസ് ഈസ് 2K. നമുക്കറിയാം ഡെൽറ്റ TF എന്ന് പറയുന്നത് KF ഇൻറ്റു M ആണ്. സോ ഇറ്റ് ഈസ് ആ വാല്യൂ അവർ എത്ര തന്നിരിക്കുന്നത്? ആ ഡെൽറ്റ TFന്റെ വാല്യൂ തന്നിരിക്കുന്നത് 2K ആണ്. അപ്പോൾ 2K ഈസ് ഈക്വൽ ടു KF ഇൻറ്റു 1 ആണ്. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ദ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TF അല്ല, ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M ആണ്. സോ 2K എന്ന് പറയുന്ന വാല്യൂ KB ഇൻറ്റു 1 ആണ്. സോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 2 മോളാർ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു M ആണ്. സോ ആ വാല്യൂ എത്ര? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 2 മോളാർ സൊല്യൂഷൻ ഗ്ലൂക്കോസ് ഇൻ ദ സെയിം സോൾവെന്റ് ഈസ് 2K. അപ്പോൾ ആ വാല്യൂ 2K തന്നെയാണ്.
2K is equal to KF into എത്ര മോളാൽ 2 മോളാൽ. അപ്പോൾ ഇൻറ്റു 2, ഇക്വേഷൻ നമ്പർ 2. ചോദിച്ചെന്താ കെ ബിയും കെ എഫും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ 1/2 ചെയ്ത് 2K കട്ടായി പോയി. ഓക്കെ, അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2K കട്ടായാൽ 1 ഈസ് ഈക്വൽ ടു KB ബൈ KF ഇൻറ്റു 2. സോ KB ഈസ് ഈക്വൽ ടു 2KF. KB ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 2KF. ഓപ്ഷൻ നമ്പർ 2 ഈസ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയുമെന്ന് ചെക്ക് ചെയ്യുക മാത്രം അവർ ചെയ്യുന്നത്. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് 0.0821 atm at a temperature of 300 Kelvin. കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്ററിലെ കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ ലിറ്റർ എന്നാട്ടോ, മൊളാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു MRT ആണ്. സോ പൈൻ്റെ വാല്യൂ എത്ര 0.0821 ആണ്. എം ആണ് കണ്ടുപിടിക്കുന്നത് മൊളാരിറ്റി. ആറിൻ്റെ വാല്യൂ 0.0821 തന്നെയാണ്. ടെമ്പറേച്ചർ 300 ആണ്. സോ 0.081 കട്ടായി പോയി. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 1/300. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ 1/3 ഇൻറ്റു 10⁻². So it is 0.3 into 10⁻². Option C is the answer. ഈ ക്വസ്റ്റ്യൻ എന്താ? കൺസിഡർ ദ ഫിഗർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 0.1 മോളാർ KCl ആണ്. എന്നാൽ ഇവിടെ 0.05 മോളാർ BaCl2 ആണ്. അപ്പോൾ രണ്ടിൻ്റെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാം. ഓസ്മോസിസ് ദ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. ഇപ്പോൾ 0.1 മോളാറിന്റെ ഓസ്മോട്ടിക് പ്രഷർ എത്ര? പൈ ഈസ് ഈക്വൽ ടു I എത്ര? KCl I 2 ആണ് കേട്ടോ. ഡിസോസിയേഷൻ വാൻ ഹോ ഫാക്ടർ I 2 ഇൻറ്റു 0.1. സോ ഇറ്റ് ഈസ് 0.2. എന്നാൽ ഇവിടുത്തെ വാല്യൂ എങ്ങനെ ചെയ്യാം? BaCl2ൻ്റെ I എത്ര? പൈ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 0.05. 0.05 എന്ന് പറഞ്ഞാൽ 0.15. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ ലെഫ്റ്റിലാണ്, ഓസ്മോട്ടിക് പ്രഷർ കുറവ് റൈറ്റിലാണ്. അപ്പോൾ പാസേജ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം ലോ ഓസ്മോട്ടിക് പ്രഷർ ടു ഹൈ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ BaCl2 ഫ്ലോസ് ടുവേർഡ്സ് KCl സൊല്യൂഷൻ. ഇത് തെറ്റാണ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? BaCl2ന്റെ ഭാഗത്തു നിന്ന് KClന്റെ ഭാഗത്തോട്ട് ഫ്ലോ ചെയ്യുന്നു. പക്ഷെ BaCl2 സൊല്യൂഷൻ ആണോ? BaCl2 ആണോ ഫ്ലോ ചെയ്യുന്നത്? സോൾവെന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, KCl ഫ്ലോസ്, തെറ്റാണ്. There will be no movement of any solution. അതാണ് കറക്റ്റ്. ഇവിടെ സൊല്യൂഷൻ മൂവ് ചെയ്യുന്നില്ല, സോൾവെന്റേ മൂവ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം. 0.1 മോളാർ NaCl 0.05 മോളാർ BaCl2 തന്നിട്ട് ഓപ്ഷൻ തരാം. എങ്ങനെ? There is no movement of any solution. അത് ശരിയാണ്. Any solution across the membrane. Correct answer. Okay, across the membrane. No movement of any solution across the membrane. Water flows from BaCl2. അത് ശരിയാണ്. BaCl2 നിന്ന് വാട്ടർ ഫ്ലോ ടുവേർഡ്സ് NaCl സൊല്യൂഷൻ. NaCl സൊല്യൂഷന്റെ ഭാഗത്തോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് അതിന്റെ ആൻസർ പറയാം. അപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് അതിന്റെ ആൻസർ പറയാം. ഓക്കെ, ഈ ചോദ്യം എന്താ? An aqueous solution of 1% mass by volume. Mass by volume. യൂറിയ മോളിക്കുലാർ മാസ് തന്നത് ഈസ് ഐസോട്ടോണിക് വിത്ത് 5% mass by volume aqueous solution of certain non-volatile solute. Okay, both the solution being at the same temperature. The molecular mass of the non-volatile solute is, നമുക്കറിയാം pi is equal to W2/m2 into V into RT. ഇതല്ല നമ്മൾ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ടും ഐസോട്ടോണിക് ആകുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ കോമൺ ഫാക്ടർ എല്ലാം കട്ടായി പോകും. RT കട്ടായി പോകും. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞത് കൊണ്ട് വോളിയം കട്ടായി പോകും. അങ്ങനെ രണ്ടും 100ലാണ് വോളിയം ഉണ്ടാവുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വോളിയം കട്ടായി പോകും. ഐസോട്ടോണിക് ആയതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ കട്ടായി പോയി. അപ്പോൾ രണ്ടാളുടെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ W2/m2 ഒരാളുടെയും മറ്റാളുടെ W2/m2 ഈക്വൽ ആയിരിക്കും ഐസോട്ടോണിക് ആയതുകൊണ്ട്. ഇനി വാല്യൂ കൊടുക്കാം. 1% പറയുമ്പോൾ ഒന്നാമത്തെ ആളുടെ ഗിവൺ മാസ് 1 ആണ്. മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നത് 60 ആണ്. രണ്ടാമത്തെ ആളുടെ 5% ആയതുകൊണ്ട് ഗിവൺ മാസ് 5 ആണ്. മോളിക്കുലാർ മാസ് ആണ് കാണേണ്ടത്. സോ മോളിക്കുലാർ മാസ് ഓഫ് second solute is equal to 5 into 60. So it is 300. Option A is the right answer. ഓക്കെ, ഇനി നമുക്കറിയാം കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ അബ്നോർമൽ വാല്യൂ വരാം. മോളാർ മാസ് അബ്നോർമൽ വാല്യൂ കാണിക്കാം.
അഥവാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേഷൻ മൂലമോ ഡിസോസിയേഷൻ മൂലമോ ചേഞ്ച് ചെയ്താൽ മോളാർ മാസ് ചേഞ്ച് കാണിക്കാം. കാൽക്കുലേറ്റഡ് വാല്യൂ തിയററ്റിക്കൽ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കാം. ആ കോൺസെപ്റ്റാണ് അബ്നോർമൽ മോളാർ മാസ് ഡ്യൂ ടു അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഈ കാണുന്നത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ബെൻസീനിലാണെങ്കിൽ അസറ്റിക് ആസിഡ് ബെൻസീനിൽ അസോസിയേഷൻ നടന്നാൽ മോളാർ മാസ് കൂടാം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയാം. എന്നാൽ അസറ്റിക് ആസിഡ് വാട്ടറിലാണെങ്കിൽ അക്വസ് മീഡിയത്തിലാണെങ്കിൽ ഡിസോസിയേഷൻ ആട്ടാ സംഭവിക്കുക. അപ്പോൾ മോളാർ മാസ് കുറയാം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടാം. അബ്നോർമൽ മോളാർ മാസ് അത് കറക്ഷൻ നടത്താൻ കൊണ്ടുവരുന്ന കോൺസെപ്റ്റ് ആണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ ഈസ് റെപ്രസെന്റ് ബൈ I ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി I. ഓക്കെ, അപ്പോൾ ഐന്റെ വാല്യൂ വെച്ചിട്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിനെല്ലാം കറക്ഷൻ നടത്തുന്നുണ്ട്. I ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിസോസിയേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. I ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷൻ ആണ്. I ഈക്വൽ ടു 1 ആണെങ്കിൽ നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇനി എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെൽറ്റ പി ബൈ P01 ഈസ് ഈക്വൽ ടു I ഇൻറ്റു K2. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു M. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M. പൈ ഈക്വൽ ടു I ഇൻറ്റു CRT. ഓക്കെ, ഇനി ഇവിടെ അറിയേണ്ട ഒന്ന് പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. NaCl വാട്ടറിൽ ലയിപ്പിച്ചാൽ നോർമൽ മോളാർ മാസ് A ആണെങ്കിൽ ഒബ്സർവ്ഡ് മോളാർ മാസ് A/2 ആയിരിക്കും, ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ I വാല്യൂ 2 ആയിരിക്കും. നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ചെയ്താൽ A/A/2. സോ ഇറ്റ് ഈസ് ഡിസോസിയേഷൻ എന്ന് മനസ്സിലായി. KCl ആണെങ്കിൽ B എന്നുള്ളത് B/2 എന്നാകും. അപ്പോൾ I വാല്യൂ 2 ആയിരിക്കും, ഡിസോസിയേഷൻ ആയിരിക്കും. CaCl2 H2O C ആണെങ്കിൽ CaCl2 3 അയോണായി മാറും. സോ ഇറ്റ് ഈസ് C/3. സോ I വാല്യൂ ഈസ് 3. ഇത് 100% ഡിസോസിയേഷൻ ആണെങ്കിൽ ആട്ടോ ഇങ്ങനെ വാല്യൂ കിട്ടുക. അപ്പോൾ അത് ഡിസോസിയേഷൻ ആണ്. CONa3 6 ടൈംസ് Cl3. ഓക്കെ, ഈ ക്ലോറിൻ 3 എണ്ണവും ഈ കോംപ്ലക്സ് അയോൺ 1 ആയി മാറും. അപ്പോൾ ഒബ്സർവ്ഡ് മോളാർ മാസ് D/4 ആയിരിക്കും, I വാല്യൂ 4 ആയിരിക്കും, ഡിസോസിയേഷൻ ആയിരിക്കും. എന്നാൽ അസറ്റിക് ആസിഡ് ബെൻസീനിൽ അസോസിയേഷനാണ്. നോർമൽ മോളാർ മാസ് E ആണെങ്കിൽ ഒബ്സർവ്ഡ് 2E ആയിരിക്കും, I 1/2 ആയിരിക്കും. സോ ഇറ്റ് ഈസ് അസോസിയേഷൻ ആയിരിക്കും. ബെൻസോയിക് ആസിഡ് F ആണെങ്കിൽ ഒബ്സർവ്ഡ് 2F ആയിരിക്കും, I 1/2 ആയിരിക്കും, അത് അസോസിയേഷൻ ആയിരിക്കും. ഗ്ലൂക്കോസ്, സൂക്രോസ്, യൂറിയ എല്ലാം നോർമൽ മോളാർ മാസും ഒബ്സർവ്ഡ് മോളാർ മാസും തമ്മിൽ ഡിഫറൻസ് ഇല്ല. I വാല്യൂ 1 ആയിരിക്കും. നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. ഇനി നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. നോക്കൂ, നിങ്ങൾ എന്താ കാര്യം? I ഇൻറ്റു സി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു സി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു നമ്പർ ഓഫ് മോൾ. പൈ ഇൻറ്റു കോൺസെൻട്രേഷൻ ചെയ്താൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. എങ്കിൽ I ഇൻറ്റു സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 വേപ്പർ പ്രഷർ. അപ്പോൾ I ഇൻറ്റു സി കൂടിയ ആൾക്ക് വേപ്പർ പ്രഷർ കുറവായിരിക്കും, പക്ഷെ അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കുറവായിരിക്കും, കൂടുതലായിരിക്കും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൂടും, പക്ഷെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടാൻ മീൻസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് കൂടുന്നത്. ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കണം. വ്യത്യസ്ത സൊല്യൂട്ടുകൾ തന്നിട്ട് I ഇൻറ്റു സി ചെക്ക് ചെയ്തിട്ട് ഫ്രീസിംഗ് പോയിന്റ് കൂടുതലാര്, വേപ്പർ പ്രഷർ കൂടുതലാര്, ബോയിലിംഗ് പോയിന്റ് കൂടുതലാര് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വാൻ ഹോഫ് ഫാക്ടർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. രസകരമായിട്ട് ചെയ്യാം. എന്താ ചോദ്യം? ഫീനോൾ അസോസിയേറ്റ് ഇൻ ബെൻസീൻ ആസ് C6H5OH. അതാണ് ഫീനോൾ. ഹാഫ് ഓഫ് C6H5OH ട്വൈസ്. അപ്പോൾ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവാം, അവിടെ അസോസിയേറ്റ് ചെയ്ത നമ്പർ ഓഫ് പാർട്ടികൾ എത്ര, 1 ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവാം. ഇഫ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഓഫ് ഫീനോൾ ഈസ് 40%, വാൻ ഹോഫ് ഫാക്ടർ ഈസ് തന്നിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇക്വേഷൻ എന്താ? ആൽഫ ഈക്വൽ ടു I - 1 ഡിവൈഡ് ബൈ
1/n-1. ആൽഫ തന്നിട്ടുണ്ട്, n കാണുന്നിടത്ത് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ഈ ഒരു ഇക്വേഷൻ. ചില കുട്ടികൾ കരുതും ഇവിടെ ഒരു പാർട്ടിക്കിൾ അല്ലേ അസോസിയേറ്റ് ചെയ്തത്. പക്ഷെ ഒരു പാർട്ടിക്കിൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് അസോസിയേറ്റ് ചെയ്ത് തന്നെ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ ഇങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ചെയ്താലോ. 2 ഇവിടെ നമ്മൾ 2 കൊടുത്താൽ ഇവിടെ ഒരു × 2 വരും. അപ്പോൾ ഈ 2ഉം 2ഉം കട്ടായി പോയി. അപ്പോൾ 2 പാർട്ടിക്കിളാണ് അവിടെ അസോസിയേറ്റ് ചെയ്ത് C6H5OH twice ആയി മാറുന്നത്. അപ്പോൾ n വാല്യൂ 2 ആക്കി എടുക്കാം നമുക്ക്. സോ ആൽഫ എന്ന് പറയുന്നത് 40% പറയുമ്പോൾ 0.4. 0.4 is equal to I-1 divided by 1/2 minus 1. So 0.4 equal to I-1 divided by 1/2 minus 1 എന്താ minus 0.5. So I-1 equal to alpha അല്ലേ I അല്ലേ ചോദിച്ചത്. I-1 is equal to 0.4 into minus 0.51. So I-1 equal to minus 0.2 ആണ്. So I equal to minus 0.2 plus 1 ആണ്. So it is 0.8 ആണ്. Option 2 is the right answer. Okay. ഈ ചോദ്യം എന്താ? A 0.004 molar solution of Na2SO4 is isotonic with 0.010 molar solution of glucose at 25 degrees Celsius temperature. The degree of dissociation of Na2SO4 is എന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് കിട്ടണം? ഐ വാല്യൂ കിട്ടണം. ഐ കിട്ടുമ്പോഴാണ് ആൽഫ കിട്ടുന്നത്. ഐ കിട്ടാൻ ഐസോട്ടോണിക് തന്നിട്ടുണ്ട്. നമുക്കറിയാം പൈ ഈസ് ഈക്വൽ ടു I × M × RT. അപ്പോൾ ഐസോട്ടോണിക് ആകുമ്പോൾ രണ്ടിൻ്റെയും I × MRT ഈക്വൽ ആയിരിക്കും. അപ്പോൾ RT കട്ടായി പോയി. ഓക്കെ, I × M രണ്ട് ഭാഗത്തും ഈക്വലൈസ് ചെയ്യുക. അപ്പോൾ I × M ഈസ് ഈക്വൽ ടു I × M. അപ്പോൾ ഒരു സൈഡിൽ Na2SO4 I അറിയില്ല, അതിൻ്റെ ആൽഫല്ല കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ I കിട്ടണം. അതിൻ്റെ മൊളാരിറ്റി എത്ര? 0.004 ആണ്. ഈക്വൽ ടു മറ്റേ സൈഡിൽ I എത്രയാണ്? യെസ്, അത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസിൻ്റെ I 1 ആണ്. 1 × 0.01. So this Na2SO4 I is equal to 0.01 divided by 0.010. അതാണ് 0.01 divided by 0.004. That is equal to 10 by 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.01 10 by 4. 10 by 4 എന്ന് പറഞ്ഞാൽ 5/2. 5/2 പറഞ്ഞാൽ 2.5. I വാല്യൂ 2.5 ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ഡിസോസിയേഷൻ അല്ലേ. I-1 ഡിവൈഡ് ബൈ I-1 ഡിവൈഡ് ബൈ N-1 ഡിസോസിയേഷൻ ഇക്വേഷൻ. സോ ആൽഫ ഈസ് ഈക്വൽ ടു I എത്ര? 2.5. 2.5 - 1 ഡിവൈഡ് ബൈ N എത്ര? Na2SO4 3 അയോണായി മാറും. 2 Na പ്ലസും ഒരു SO4. സോ 3 - 1. 2.5 - 1 1.5. 1.5/2. 1.5/2 എന്ന് പറഞ്ഞാൽ 0.75 അല്ലേ. 1.5 പകുതി മുക്കാൽ 0.75. സോ 0.75 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ്? ഇറ്റ് ഈസ് 75%. ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ എന്താ? ദ വാൻ ഹോഫ് ഫാക്ടർ I ഫോർ എ ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് K3FeCN 6 ടൈംസ്. ഇത് എത്ര അയോണായി മാറുന്ന? 3K+. കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുന്നവർക്ക് അറിയാം, പുറത്തുള്ള അയോണുകൾ അയോണൈസ് ചെയ്യും. 3K+ഉം ഒരു കോംപ്ലക്സ് അയോണും. അപ്പോൾ ടോട്ടലി 4 അയോൺ. സോ വാൻ ഹോഫ് ഫാക്ടർ I വാല്യൂ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം മുതൽ, അഥവാ അതിൻ്റെ ഇനീഷ്യൽ പാർട്ട് മുതൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ I വരെ ഞാൻ ഈ ചാപ്റ്ററിലെ തിയറിയും ക്വസ്റ്റ്യനുമായിട്ട് കൊണ്ടുപോയപ്പോൾ എവിടെയും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. സൊലബിലിറ്റി വന്നിട്ടുണ്ട്, വേപ്പർ പ്രഷർ വന്നിട്ടുണ്ട്, റൗൾസ് വന്നിട്ടുണ്ട്, വേപ്പറിലെ ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്, സൊല്യൂഷനിലെ ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, എക്സാമ്പിൾ അസിയോട്രോപ്പ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അബ്നോർമൽ മോളാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ എല്ലാം കടന്നു വന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിനെ നിങ്ങൾക്ക് നന്നായിട്ട് റിവിഷൻ നടത്താൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ്, ഈ ഒരു മൊഡ്യൂള്, ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, തുടർന്നുള്ള ചാപ്റ്ററുകളും തുടർന്നുള്ള വീഡിയോസുകളിലും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മെറ്റീരിയലുകളും ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ടാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ നിങ്ങൾ മുമ്പിൽ വെക്കുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ്റോടുകൂടി നീറ്റ് നിങ്ങൾക്ക്
ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ക്ലാസ്സിൻ്റെയും അതേപോലെ തുടർന്നുള്ള ചാപ്റ്ററുകളുടെയും മെറ്റീരിയലുകളും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളും മോക്ക് എക്സാമുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തമായൊരു ശുഭ വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.